ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഫുഡ് വെയർ വാങ്ങിച്ചു. അത് ഡാമേജ്ഡ് പ്രോഡക്റ്റ് ആയിരുന്നു. അത് ഡാമേജ്ഡ് ആണെന്നും പറഞ്ഞ് കാണിച്ച് വിത്ത് ഫോട്ടോസ് ഒക്കെ സഹിതം കാണിച്ചിട്ട് ഞാനൊരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു ഫ്ലിപ്കാർട്ടിൽ. പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ട് അടിച്ചുപോയി, ബ്ലോക്കായി. ഇനി പിന്നെ എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പ്രീവിയസ് ഓർഡേഴ്സ് കാണാൻ പറ്റത്തില്ല. ആ രീതിയിലാക്കി ഫ്ലിപ്കാർട്ട് എൻ്റെ അക്കൗണ്ട്. ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ജെനുവിൻ റീസൺ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ആ ഒരു ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാൻസലേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അടിച്ചു പോയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലിപ്കാർട്ടിന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഇതില് അവര് പറഞ്ഞ കുറച്ച് റീസൺസ് ആണ് ഞാൻ ശരിക്കും ഷോക്കായി പോയി. അപ്പൊ ഇതിൽ എന്താണ് സംഭവിച്ചത്, ഞാൻ എന്തൊക്കെ എവിഡൻസ് കളക്ട് ചെയ്തു, ഫ്ലിപ്കാർട്ടിന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എന്തൊക്കെയാ ചെയ്തേ, നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തായി എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് കാണിക്കാവേ. കാരണം ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ, ഇതിപ്പം ഇന്നലെ സംഭവിച്ച ഒരു സംഭവമൊന്നും അല്ല. ഇത് കുറച്ച് ദിവസമായി സംഭവിച്ചിട്ട് അതിനുവേണ്ടി പ്രോപ്പർ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഇതൊരു പരിധി കൂടുതൽ, ഇതിൽ ലിമിറ്റിൽ ഓവർ ആകുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പൊ ആദ്യം ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന് പറയാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കെ ഫുഡ്ലാൻഡ്സ് വുമൺ ഫ്ലാറ്റ്സ് വൈറ്റ് സൈസ് 6 വരുന്ന ഒരു ചപ്പലാണ് ഓർഡർ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഇവിടെ പ്രോഡക്റ്റ് കാണിച്ചു തരാം. അപ്പൊ പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ലെതർ ഇങ്ങനെ ഇളകി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ ലെതർ ഇളകിയത് മാത്രമേ കണ്ടുള്ളൂ. എന്നിട്ടാണ് ഞാൻ ഈ ഫ്ലിപ്കാർട്ടിന് ഈ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഒട്ടിച്ചിട്ട് ഇട്ടുകൊണ്ട് നടന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അതായിരിക്കും നല്ലത്. 356 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് കാണുന്നത് ഇത് തുരുമ്പടിച്ചിരിക്കുന്നു. ഇതിന്റെ രണ്ട് മറ്റേ ലോക്ക് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിലൊക്കെ തുരുമ്പടിച്ചിരിക്കുന്നു. പിന്നെ ഈ ലെതർ പല സ്ഥലത്തും ഇളകിയിരിക്കുന്നു. കാരണം ഞാൻ ഇത് ഉപയോഗിച്ചാലും ഇതിനധികം നാൾ എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് കൊണ്ടു നടക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട, റിട്ടേൺ അയക്കണം അല്ലേ. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. ഏതൊരാൾക്കും ക്ലിയർലി വിസിബിൾ ആണ് അതിൻ്റെ അകത്തെ ആ ഡാമേജ്. അല്ലാതെ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്കും വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ അത് ചെയ്തു. പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയി, എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം അവര് നമ്പർ വെച്ചിട്ടാണല്ലോ ലോഗിൻ ചെയ്യുന്നത്. നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ഉൾട്ട പോലെ നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ഏത് ഇമെയിൽ ഐ ഡി ആയിട്ടാണ് കണക്ട് ആയേക്കുന്നതെന്ന് വെച്ചാൽ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അത് നോക്കിയിട്ടും എനിക്ക് ഓപ്പൺ ആവുന്നില്ല. ഈ ബ്ലോക്ക്ഡ് ആണ് ഈ രണ്ട് സാധനം, ഈ ഇമെയിൽ, എൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഇമെയിലും പിന്നെ എൻ്റെ നമ്പറും. പിന്നെ ഒരു സാധനത്തിന് സൊല്യൂഷൻ വരാതിരിക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് തുടങ്ങുമല്ലോ. അപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് വെച്ചു. ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലും ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്തുനിന്ന്, ഇപ്പൊ തലേ ദിവസം ഞാനിത് ഫ്ലിപ്കാർട്ട് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കും, ആള് വരും, എടുത്തോണ്ട് പോകും എന്നൊക്കെ വിചാരിച്ച് ഈ സാധനം അവിടെ വെച്ചു. അപ്പോഴാണ് ഈ ബ്ലോക്ക് ആക്കിയ സംഭവം വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 പ്രാവശ്യം ഫ്ലിപ്കാർട്ടിന്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. ആ 2-3 പ്രാവശ്യം. ഒരു പയ്യനായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു, മാം ഇതുപോലെ ഒരു റിട്ടേൺ റിക്വസ്റ്റ് മാം തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അക്കൗണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ആ റിട്ടേൺ റിക്വസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ മാമിൻ്റെ ഒരു ഫർദർ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു എൻക്വയറി വരും. അത് ഒന്നെങ്കിൽ കോളിലായിരിക്കും, കോളിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെയിൽ വരുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യം ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചു. 3 പ്രാവശ്യം 3 ഡേറ്റ് ഇവർ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വിളിച്ച ആൾ പറഞ്ഞ ഡേറ്റ് ആണ് 12-ാം തീയതി, അതായത് ഇന്നലെ. ഞാൻ 12-ാം തീയതി ഒരു വൈകിട്ട് വരെ നോക്കി, എനിക്കൊരു കോളും വന്നില്ല, എനിക്കൊരു മെസ്സേജോ ഒരു ഇമെയിലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു എക്സ്റ്റെൻഡ് വരെ പോയി അതിന്റെ അപ്പുറത്തേക്കായി കഴിഞ്ഞാൽ അടുത്ത ലീഗൽ സംഭവങ്ങൾ നോക്കണം. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ചെയ്ത് ഈ വെയിറ്റ് ചെയ്യുന്ന ഈ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഇവര് വെയിറ്റ് ചെയ്ത് ഇരിക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ വേറൊരു സാധനം കണ്ടത്. നമ്മുടെ ഈ ഒരു ബോക്സിന്റെ ഉള്ളില്, അതായത് ഇതുപോലൊരു പെട്ടിയിലാണല്ലോ ഫ്ലിപ്കാർട്ട് നമുക്ക് ഓർഡേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇതുപോലൊരു ഇൻവോയ്സ് കിട്ടും. ഈ ഇൻവോയ്സിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല, ഇതിൽ ഇവർ കൊടുത്തേക്കുന്ന ബില്ല് എത്രയാണെന്നറിയോ? 273 രൂപ. പക്ഷേ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് 356 രൂപയ്ക്കാണ്. അത് ഞാൻ ഇത്ര ഉറപ്പ് വരാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അറിയാവുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ, അതായത് ഫ്ലിപ്കാർട്ടിൽ
യൂട്യൂബ് അഫിലിയേറ്റഡ് പ്ലാറ്റ്ഫോമിൽ കുറച്ച് ആപ്പ് മാത്രമേ നമുക്ക് ഈ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊഡക്റ്റ്. അതിൽ നമുക്ക് ഈ ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിന്ത്ര. അല്ല പിന്നെ നൈക്ക എന്നൊക്കെ പറഞ്ഞാൽ ഹൈ എൻഡ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അഫോർഡബിൾ ഓപ്ഷൻസ് തരാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഫ്ലിപ്കാർട്ടാണ്. അപ്പോൾ കൂടുതൽ ക്രിയേറ്റേഴ്സും വീഡിയോസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ കൂടെ. ഞാൻ കാരണം അത്യാവശ്യം ഒരു ഓർഡറെങ്കിലും 2 ഓർഡർ ഫ്ലിപ്കാർട്ടിന് കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്ത് നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ റിവ്യൂ, ഈ ചെരുപ്പിന്റെ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു റിവ്യൂ വീഡിയോ എടുത്തായിരുന്നു. എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. നിങ്ങളുടെ അടുത്ത് ഇതിന്റെ റേറ്റ് പറയണമല്ലോ. അപ്പോൾ റേറ്റ് പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫോണിലെടുത്ത് നോക്കി. ഇത് 200 സംതിങ് ആണോ ഒന്ന് കൺഫ്യൂഷൻ വന്നപ്പോൾ നോക്കി. അപ്പോൾ ഇതിന്റെ ടോട്ടൽ വന്നിട്ട് 356 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് ഇത് 356 ആണല്ലോ എന്നുള്ളത് ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ ഇൻവോയ്സിൽ 273 രൂപ. അതെങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബില്ലടിക്കുന്ന ആൾക്ക് എങ്ങനെ ഈ സംഭവം വരുന്നു? 273ഉം ഇതും തമ്മിൽ ഒരു 86 രൂപയുടെ വ്യത്യാസമുണ്ട്. സംഭവം എത്രയാന്ന് പറഞ്ഞാലും പൈസയല്ലേ? നമ്മൾ ചുമ്മാ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ പൈസ. അപ്പോൾ ആ ഡിഫറൻസ് എന്ത് വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ ഫ്ലിപ്കാർട്ട് സ്കാം ആണെന്നോ സെല്ലർ സ്കാം ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയാണിത്. ഇങ്ങനൊരു സംഭവം നടത്തുമ്പം നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടും അവർ ബില്ലടിക്കുന്ന എമൗണ്ടും ഇങ്ങനെ ആവുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൽ 273 ഞാനിപ്പോൾ ഇവർക്ക് റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു, ഇവരത് അക്സെപ്റ്റ് ചെയ്തു, ആള് വന്ന് എടുത്തുകൊണ്ട് പോയി. എനിക്ക് റീഫണ്ട് ആവുന്നത് ഈ എമൗണ്ടാ, ഈ 273 രൂപ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ എക്സ്ട്രാ അത്രയും പൈസ അടച്ചേ? ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 319 രൂപയാണ് ഇതിന്റെ പ്രോഡക്റ്റ് കോസ്റ്റ് വന്നേക്കുന്നത്. ഡിസ്കൗണ്ട് 46 രൂപ ആയിട്ട് ഇത് 260 രൂപയായി. എന്നിട്ട് അതിൽ GST ആഡ് ചെയ്യുമ്പോൾ 13 രൂപ. അങ്ങനെ 273 രൂപ. വാവ്, എത്ര നല്ല സ്റ്റോറി അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താന്ന്. അപ്പൊ ഇതൊക്കെ കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് ട്രിഗറായി. അങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഒരു കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ അവിടെ ലോഗിൻ ചെയ്തിട്ട് ഞാൻ അവിടെ കംപ്ലൈന്റ് കൊടുത്തു. നമ്മുടെ കാര്യങ്ങളും വിത്ത് പ്രൂഫും എല്ലാം മെൻഷൻ ചെയ്തിട്ട്. എന്നിട്ട് ഇന്ന് രാവിലെ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ ഉണ്ടേ, അവർ നമുക്കൊരു നമ്പർ തരും. അതിലൊരു നമ്പർ ഉണ്ടാകും, ഡോക്കറ്റ് നമ്പർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ ആ നമ്പർ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ കേസിൽ ഇപ്പോൾ എന്ത് പുരോഗതിയാണ് ഉണ്ടായെന്നുള്ളത്. അവിടെ കയറി നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു റെസ്പോൺസ് അവിടെ കണ്ടു. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തുനിന്ന് അൺയൂഷ്വലി നമ്പർ ഓഫ് റിട്ടേൺസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയത്. സൗണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കട്ടെ, അവിടെ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും. എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ റിട്ടേൺസ് വന്നിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പം അത് കൊള്ളില്ലെങ്കിൽ, അല്ല അതിൻ്റെ സൈസ് ഫിറ്റ് അല്ലെങ്കിൽ, അല്ല അതിൻ്റെ ക്വാളിറ്റി ഓക്കെ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും. നമ്മൾ പൈസ മുടക്കി കഴിയുമ്പോൾ ഇവരുടെ 10 days റിട്ടേൺ പോളിസി ഉണ്ട്. അതെന്തിനാ? കൊള്ളില്ലെങ്കിൽ തിരിച്ചയക്കാനാ. അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്വാളിറ്റി ചെയ്ത് വെക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോസ് ചെയ്യുന്ന വഴി അവർക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഒരുപാട് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതോടെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. എനിക്കിപ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകണോ അത് ഇതിവിടെ ഉപേക്ഷിക്കണോ എന്നാ. എനിക്ക് ആ ചെരുപ്പ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. കാരണം ഞാൻ മറ്റേ ജെനുവിൻലി പറയുകയാണെങ്കിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ, ഇപ്പം മഴ സമയം ആയതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ നമുക്ക് സാധാ ഫാൻസി ഇടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ആ ചെരുപ്പ്, വേറെ ഇല്ലാത്തതുകൊണ്ട്. പുറത്ത് പോയി വാങ്ങിക്കണ്ടല്ലോ. ഇപ്പോൾ ആലോചിക്കുന്നത് പുറത്ത് പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നതിന് നല്ലത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ അത്രയും ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ സാധനം പോയി വാങ്ങിച്ചത്. അതും ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ സാധനം ഷിപ്പ് ആവുന്നതും കയ്യിലെത്തുന്നതും. എനിക്ക് തോന്നുന്നു ആ മന്തിന്റെ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് കൈ കിട്ടിയത്. ജൂലൈ 31 ഈ സാധനം ഷിപ്പ് ആവുന്നത്. ഞാൻ പേയ്മെന്റ് അടയ്ക്കുന്നത് ജൂലൈ ഒരു പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ ഒരു റിട്ടേൺ ചെയ്ത പ്രോഡക്റ്റ് പോയെന്ന് വിചാരിക്കും, എനിക്ക് ഫണ്ട് കിട്ടില്ല എന്ന് വിചാരിക്കും, ഓക്കെ. ഇപ്പൊ ഈ സാധനം എങ്ങനെയും വല്ല പശ ഒട്ടിച്ച് ഞാൻ വല്ല ഇട്ടെന്ന് വിചാരിക്കും, കുഴപ്പമില്ല. എന്നാലും എൻ്റെ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞത്, ബ്ലോക്ക് ആക്കി കളഞ്ഞത്. എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യണം, വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും പിന്നെയും ഇതിന്റെ മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. കാരണം ഞാനിവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ഇത് വരുന്നെങ്കിൽ കുഴപ്പമില്ല. എനിക്കതാ മനസ്സിലാവാത്ത. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നത്. ഇനിയിപ്പോൾ ആ സമയത്ത് ഞാൻ വേറൊരു ഓർഡർ എന്തെങ്കിലും പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്കറിയില്ല. എൻ്റെ ലാസ്റ്റത്തെ ഓർഡർ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നോക്കും. നല്ലതാണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ അയക്കും.
അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഇൻവോയ്സിൽ ഇതിന്റെ സെല്ലർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു M/S, അത് എന്തിന്റെ ഷോർട്ട് ഫോം ആണെന്നറിയില്ല, കാർത്തിക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാ കാണിക്കുന്നത്. സെല്ലറിനെ ഞാൻ സ്കാം സെല്ലർ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുത്തു വിട്ടത് അത് ഭയങ്കര തെറ്റാ. നിങ്ങളൊരു സാധനം വിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെയും നല്ല 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 ഓർഡേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം നല്ലതായിരിക്കണം. ഇപ്പോഴും അവര് വിൽക്കുന്നുണ്ട്. കെ ഫുഡ്ലാൻഡ്സ് എന്നാണ് അവരുടെ പേരെന്ന് തോന്നുന്നു. കെ ഫുഡ്ലാൻഡ്സ് അങ്ങനെയാണ് ആ ഇതിന്റെ പേര്. അവർ വിൽക്കുന്ന ചെരുപ്പുകൾ ന്റെ ഒരു ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, അത് കെ ഫുഡ്ലാൻഡ്സ്. എന്റെ ഭാഗത്തുനിന്ന് അത്രയും ആവശ്യമില്ലാത്ത രീതിയിലുള്ള റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്ക് പ്രൂഫ് കാണിക്കണം. പ്രൂഫ് കാണിക്കുക. പ്രൂഫ് കാണിച്ച് ഞാൻ പറയാം എന്താണ് ഞാനത് റിട്ടേൺ ചെയ്തതിന്റെ കാര്യം എന്നുള്ളത് ഞാൻ പറയാം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വേണ്ടില്ല. ഇത് ഫ്ലിപ്കാർട്ടിന്റെ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതേ എക്സ്പീരിയൻസ് ഉള്ള കുറെ ആൾക്കാരുണ്ടാവും. ഞാൻ വേറെ ചില വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടപ്പോൾ അതിന്റെ താഴെ കമന്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ലീഗലി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിനെ പല രീതിയിലും കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടാതെ വന്ന ഇപ്പൊ ഈ 3 പേരെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീവൻസ് ഓഫീസറിന്റെ ഒരു മെയിലിലേക്ക് ഞാനൊരു കംപ്ലൈന്റ് മെയിൽ അയച്ചു. അവരുടെ ഒരു ബോട്ട് റിപ്ലൈ എനിക്ക് കിട്ടി. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് ബോട്ട് റിപ്ലൈ. അത് ആര് മെസ്സേജ് അയച്ചാലും ആര് മെയിൽ അയച്ചാലും ആ റിപ്ലൈ നമുക്ക് കിട്ടും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അവരുടെ ഒരു അധികാര പരിധിയിൽ ഈ സാധനം ചെന്നിട്ടുണ്ടെന്നും അതിനൊരു റിപ്ലൈ എന്തായാലും വരും എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എനിക്കൊന്നും വന്നൊന്നുമില്ല. ഞാൻ വെയിറ്റ് ചെയ്തു, 1-2 ദിവസം വെയിറ്റ് ചെയ്തു. മറ്റേ സ്പെഷ്യലൈസ്ഡ് ടീമിലേക്ക് ഈ ഒരു പരാതി അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെയിൽ വന്നത്. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗ്രീവൻസ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അവർ ചോദിക്കും എന്തൊക്കെയാ ഏതൊക്കെയാ ഇന്ന ആളുടെ അപ്പം സെല്ലറുടെ അഡ്രസ്സ് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാനുണ്ടെന്നുണ്ട് ഡൗട്ട് ഉണ്ടെന്നെങ്കിൽ ChatGPT-യോട് ചോദിച്ചാൽ മതി. ഞാൻ ChatGPT ഒക്കെ വഴി ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടും ഫ്ലിപ്കാർട്ടിന്റെ സെയിം എക്സ്പ്ലനേഷനാണ് വന്നത്. അപ്പൊ ഞാൻ ഈ 3-ാമത്തെ തവണ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പയ്യൻ എടുത്ത്. അപ്പൊ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാമിന്റെ കേസ് ഇവിടെ ക്ലോസ് ആക്കിയിട്ടേക്കുക, ഇതുപോലെ അതിലൊരു തീരുമാനമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരുമാനമാവും, എനിക്ക് നിങ്ങളെ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങൾ കോള് വരുമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് കോളും വന്നില്ല, എനിക്ക് അതിനപ്പുറമുള്ള ഇമെയിലും വന്നില്ല. കോള് വന്നില്ലെങ്കിൽ ഇമെയിൽ വരുമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അതും വന്നില്ല. പിന്നെ എങ്ങനെ ക്ലോസ് ആക്കിയെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇത് ട്രൈ ചെയ്യും തോറും ഫ്ലിപ്കാർട്ടിൽ അത് നെഗ്ലക്ട് ചെയ്യുക. എനിക്കറിയാൻ പാടില്ല അതെന്താന്ന്. എനിക്കിവിടെ അറിയേണ്ടത് വളരെ സിമ്പിളാണ്. എൻ്റെ അക്കൗണ്ട് എന്തിനു ബ്ലോക്ക് ആക്കി, അതുപോലെ തന്നെ ഇത് ഈ റിട്ടേൺ വിത്ത് പ്രൂഫ് കാണിച്ചിട്ടും എന്തുകൊണ്ട് ഇതിനെ ഒരു സാധാ റിട്ടേൺ ആക്കി, അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ റിട്ടേൺ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഇത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം. ഇത് അതുപോലെ തന്നെ ഈ പ്രൈസ് ചേഞ്ചിൽ വന്ന ആ ഒരു 83 രൂപയുടെ വ്യത്യാസം അതെങ്ങനെ വന്നു? ഇത് എൻ്റെ 356 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു വലിയ എമൗണ്ടിൽ ഇങ്ങനത്തെ ബില്ലിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്ന പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. റിട്ടേൺ കൊടുത്താലും അവരെത്ര ബില്ലടിച്ചോ അത് കിട്ടുകയുള്ളൂ. അല്ല, നിങ്ങൾ പ്രൂവ് ചെയ്യണം ഈ സാധനം. ഞാൻ ഇത്രയും പ്രൂഫൊക്കെ വെച്ച് കാണിച്ചിട്ട് പോലും എൻ്റെ ആ ഒരു കംപ്ലൈന്റ് അവർ തള്ളിക്കളയരുത്. എന്നിട്ട് ഞാൻ പിന്നെ ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ട് കയറി നോക്കിയപ്പോൾ ഇന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇന്നും ബ്ലോക്ക്ഡാ, ഇപ്പോഴും ബ്ലോക്ക്ഡാ. എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെ അറ്റാക്ക് ചെയ്യാനോ അക്യൂസ് ചെയ്യാനോ ഒന്നും അല്ല. എനിക്ക് കുറച്ച് ആൻസേഴ്സ് വേണം. അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവസാനം കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം നിങ്ങൾക്ക് കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പൈസയും പോയോ എന്താന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇവിടെ സംഭവിച്ച എക്സ്പീരിയൻസും അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് പ്രൂഫുമാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ ആർക്ക് വേണേലും പറ്റാം. അപ്പോൾ എല്ലാവരും അതനുസരിച്ചൊന്ന് നോക്കിയിരിക്കുക. എനിക്ക് അതൊക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഈ വീഡിയോ ഫ്ലിപ്കാർട്ട് ടീമിന്റെ അടുത്ത് എങ്ങാനും എത്തുവാണെങ്കിൽ പ്ലീസ് ഇതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. കാരണം ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഈ വീഡിയോ കാണാൻ ഇടയായി കഴിഞ്ഞാൽ ഇത്രയും പ്രൂഫ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു റിട്ടേൺ വിത്ത് എവിഡൻസ്, ഞാൻ കാര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇത് റിട്ടേൺ വിടുന്നത്. ഈ പ്രോഡക്റ്റ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ വിടുന്നത്. ഇത് നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിച്ച് തരാൻ പറ്റുമെങ്കിൽ പ്ലീസ് ചെയ്ത് തരണേ. എനിക്ക് നമ്മൾക്ക് പൈസയ്ക്ക് വാല്യൂ ഉണ്ട്. 300 ആണെങ്കിലും 100 ആണെങ്കിലും 10 ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇതെനിക്ക് വെറുതെ കളയാൻ തോന്നാത്തത്. പിന്നെ ഇതിലെ കുറച്ച് സംതിങ് ഒരു മിസ്സിങ്, അതാണ് എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് പിന്നെയും ഒരു പ്രചോദനം പോലെ തോന്നിയത്. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു.
അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങള് മെസ്സേജ് അയക്ക്. ഇപ്പോ ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോ എന്തോ ഇനി കമ്മീഷന് ഇതിന്റെ ഇതുണ്ടല്ലോ, കൺസ്യൂമർ കമ്മീഷൻ അങ്ങനെ എന്തോ സാധനമുണ്ട്. അവിടെ ഒരു പരാതി കൊടുക്കുക. അവിടെയും പരാതി കൊടുത്തിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടണമെന്നില്ല. ഈ പൈസ തിരിച്ച് കിട്ടണമെന്നില്ല. അവിടെയും ഫ്ലിപ്കാർട്ട് ഈ സാധനമാ പറയുന്നത്. അവർക്കതാ തോന്നുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോർവേഡ് ചെയ്ത് നോക്കുന്നുള്ളതാണ് ChatGPT എനിക്ക് പറഞ്ഞു തന്നത്. എനിക്കിതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.